എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുള്ള പോലെ തന്നെയാണ് നമുക്ക് ഏത് തരം പെയിൻ ആയിക്കോട്ടെ നമുക്ക് ഇപ്പോൾ സാധാരണ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. അപ്പോൾ എന്നെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, കഴുത്ത് വേദന ഉണ്ട് എന്താ ചെയ്യണ്ടേ, കാല് വേദന ഉണ്ട് എന്താ ചെയ്യണ്ടേ, ഉപ്പിറ്റി വേദന ഉണ്ട്, അതുപോലെ തന്നെ ഭയങ്കര ബാക്ക് പെയിൻ, അതിനുള്ള എക്സസൈസ് പറഞ്ഞു തരുമോ, അതിനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. എന്നെ കാണുമ്പോൾ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അതുപോലെ തന്നെ കയ്യിൽ വേദന ഉണ്ട്, ഷോൾഡർ പെയിൻ ഉണ്ട് മെയിനായിട്ടും, അങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറയും ഓക്കെ, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള എക്സസൈസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യുക. ബാക്ക് പെയിൻ കൊടുത്തിട്ടുണ്ട്, ഷോൾഡർ പെയിൻ കൊടുത്തിട്ടുണ്ട്, ഉപ്പിറ്റി വേദന അതിനെടുത്തിട്ടുണ്ട്, മുട്ട് വേദന അപ്പോൾ അതിനും കൊടുത്തിട്ടുണ്ട്. എല്ലാ എക്സസൈസുകളും ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അതിൻ്റെ ലിങ്കൊക്കെ ഒന്ന് ജസ്റ്റ് എൻ്റെ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും, ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് വന്നിരിക്കുന്നത്, ഇപ്പോൾ ഒരാൾക്ക് ഭയങ്കരമായിട്ട് ഷോൾഡർ പെയിൻ ഉണ്ട് അല്ലെങ്കിൽ ഭയങ്കര ബാക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ആദ്യം തന്നെ നമ്മൾ ആ ഒരു പെയിൻ കുറച്ചൊന്ന് റിലീഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ പെയിനോട് കൂടി തന്നെ നമ്മൾ ഈ ഒരു എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെയിൻ കൂടുതലാവാനുള്ള ചാൻസും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാനൊരു മെഷീൻ പരിചയപ്പെടുത്താനാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് പെയിൻ റിലീഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ടെൻസ് ആണ്, ട്രാൻസ്ക്യൂട്ടേനിയസ് ഇലക്ട്രിക്കൽ നെർവ് സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെഷീനാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഒരു മെഷീനാണ് വരുന്നത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതിൽ ക്ലിയർ ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനെ ടെൻസ് എന്നാണ് പറയാം. അത് ഇതിൻ്റെ ഇത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ വിട്ടിട്ട് നമുക്ക് റിലീഫ് ഉണ്ടാക്കും, പെയിൻ റിലീഫ് ഉണ്ടാക്കും. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ടും ഈ ഒരു ഫിസിയോതെറാപ്പി സെന്ററിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നില്ലെങ്കിൽ പെയിൻ റിലീഫിന് ഇപ്പോൾ IFT വെക്കും, അല്ലെങ്കിൽ ടെൻസ് വെക്കും, അൾട്രാസൗണ്ട് വെക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പെയിൻ റിലീഫാണ് നമ്മൾ ചെയ്യുക. ഏതൊരു പെയിൻ ആയിക്കോട്ടെ, ഇപ്പോൾ നിങ്ങൾക്ക് കാലുവേദനയോ പുറം വേദനയോ കഴുത്ത് വേദനയോ മുട്ടുവേദനയോ ഏത് തന്നെ ആയാലും നമ്മൾ പെയിൻ റിലീഫാണ് നമ്മൾ ആദ്യം തന്നെ കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അൾട്രാ കെയർ പ്രോന്റെ ഈ ഒരു ടെൻസ് മെഷീൻ ആണ്. ഇതൊരു പോക്കറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഫിസിയോതെറാപ്പിയുടെ ആവശ്യത്തിന് ഹോം വിസിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ മെയിനായിട്ടും ഇത് തന്നെയാണ് കൊണ്ടുപോകാറ് കേട്ടോ. അപ്പൊ ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്, ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കായാലും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് ആമസോണിലും അവൈലബിൾ ആണ്. ഞാൻ ലിങ്കും കാര്യങ്ങളും എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇത് എന്താണെന്ന് ഇതിന്റെ ഡീറ്റെയിലോട്ട് പോവാം. അപ്പൊ ഞാൻ പറഞ്ഞു ഏത് തരം പെയിൻ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇത് കാണിക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകട്ടെ. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ചെറിയൊരു ബോക്സിലാണ് വരുന്നത്. ഇത് ഞാൻ ഉപയോഗിച്ച് കുറച്ച് നാളായിട്ടോ. അപ്പൊ അതിന്റെ ഒരു കോലം ഞാൻ എന്നിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു ഇതിലാണ് വരുന്നത്. ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത് കേട്ടോ. ചെറിയൊരു ഞാൻ കാണിച്ചു തരാം. കയ്യിൽ പിടിക്കാം, ഒരു ഫോണിന്റെ പോലെ തന്നെ കുറച്ചൊരു തിക്നെസ് ഉണ്ടെന്നുള്ളൂ. ഇത്രേ ഉള്ളൂ നമ്മുടെ മെഷീൻ വന്നിട്ട്. പിന്നെ നമുക്ക് ഇതിൽ വേറെ വരുന്ന കാര്യങ്ങൾ, ഇത് 2 ഔട്ട്പുട്ട് ചാനൽസ് ഉണ്ട് കേട്ടോ. അത് ഞാനൊക്കെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഷോൾഡറിൽ വെക്കാൻ, ഷോൾഡറിലായാലും ഇപ്പൊ ഞാൻ ഷോൾഡറിന്റെ കാര്യമാണല്ലോ കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ ഷോൾഡറിൽ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ 4 ഇലക്ട്രോഡ് പാഡ്സ് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് സെൽഫ് അഡിസീവ് ആണ്. നമുക്ക് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഒട്ടിയിരിക്കും. അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ അതും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇത് നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും, അയ്യോ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ, നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുമോ, സാധാരണ ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ സാധാരണക്കാർക്ക് വരെ യൂസ് ചെയ്യാം, ഈസിയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു തവണയൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിരിക്കും കേട്ടോ ഇത്. അപ്പൊ ഇങ്ങനെയാണ് മെഷീൻ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത് 2 വയേഴ്സ് ഉണ്ട് ഇതില്. അപ്പൊ നമ്മൾ ഒരു വയർ ആദ്യം തന്നെ എടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോ ഒരു വയർ എടുത്തു കേട്ടോ. 2 സെയിം പോലത്തെ വയറാണ്. അപ്പൊ നമുക്ക് ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനത്തെ ഒരെണ്ണം വരുന്നുണ്ട്. അത് നമുക്ക് 2 ചാനൽസ് ഉണ്ട്. അപ്പൊ ഒന്ന് ഞാൻ P1 ചാനലിൽ ഞാനിവിടെ കുത്തുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ P2 ചാനലിലാണ് ഇത് കുത്താൻ പോകുന്നത് കേട്ടോ. അപ്പൊ 2 ചാനൽസ് ആയിട്ടാണ് നമുക്ക് ഇത് വരുന്നത് കണ്ടോ. 2 ചാനൽസിൽ ഞാൻ കുത്തി. ഇനി നമുക്ക് ഇതിന്റെ എൻഡില് കണ്ടോ, എൻഡിൽ നമുക്ക് ഇലക്ട്രോഡ്സ് കുത്താനുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതാണ് ഇലക്ട്രോഡ്സ്. ഇത് നമുക്ക് പ്ലേസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാം. ഒരു റെഡും വരുന്നുണ്ട്, ഒരു വൈറ്റും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 4 ഇലക്ട്രോഡ്സ് ഉണ്ട് ഇതില്. അപ്പൊ അതിൽ നമുക്ക് ഇത് പ്ലേസ് ചെയ്യാം. അപ്പൊ ഇത്രയും ഈസിയാണ്, ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇതിൽ 2ലും
ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കാര്യം. ഇനി നമ്മൾക്ക് മെഷീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇതാണ് ഇതിലുള്ളത്. പിന്നെ നമുക്ക് റീചാർജബിൾ ആണ്. നമുക്കൊരു കേബിളും അവർ തന്നിട്ടുണ്ട്. കേബിൾ വെച്ചിട്ട് നമുക്ക് റീചാർജ് ചെയ്യാം. അത്യാവശ്യം നമുക്ക് കുറച്ച് അധികം നേരം തന്നെ നമുക്കത് നിൽക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് റീചാർജ് ചെയ്ത് വെക്കാം. പിന്നെ മെയിനായിട്ടും ഇതാണ് നമ്മുടെ യൂസർ മാനുവൽ. അപ്പൊ അതിൽ എല്ലാ തരം നമുക്കിപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നെക്ക് പെയിൻ കാണിച്ചിട്ടുണ്ട്, ഷോൾഡർ പെയിൻ ഉണ്ട്, കാർപ്പൽ ടണൽ ഉണ്ട്, ലോ ബാക്ക് പെയിൻ, ലംബർ പെയിൻ, എൽബോ പെയിൻ, അങ്ങനെ പല തരത്തിലും കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എവിടെയാണ് ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യേണ്ടതെന്നടക്കം ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്, എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവുമോ, അങ്ങനെയൊക്കെ ഇതിൽ കറക്റ്റായിട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടും നമുക്ക് നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു ബുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കുക കേട്ടോ. അപ്പൊ ആരൊക്കെയാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യാൻ പാടില്ലാത്ത പ്രഗ്നന്റ് ലേഡീസ് ഇത് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്പൺ വൂൺസ് ഉണ്ടെങ്കിൽ, പൊട്ടി ഇരിക്കുകയാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും പേസ് മേക്കറൊക്കെ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ, ഹാർട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ആരൊക്കെയാണ് ആർക്കൊക്കെയാണ് യൂസ് ചെയ്യാൻ പാടില്ലാത്തതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം. ഇനി നമുക്ക് ട്രീറ്റ്മെന്റ് മോഡ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഷോൾഡർ പെയിൻ ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ഏത് മോഡാണ് ഇതിൽ ഇപ്പൊ ഇനി ഈ ഒരു മെഷീന്റെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് 2 മോഡ് ഉണ്ട് കണ്ടോ. ഇത് 2 മോഡ്. ഇതാണ് നമ്മുടെ ഇന്റൻസിറ്റി കൂട്ടുന്നത്. P1ന്റെ ഇന്റൻസിറ്റി കൂട്ടാം, P2ന്റെ ഇന്റൻസിറ്റി കൂട്ടാം. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു പ്ലേസ് ചെയ്യും ഇങ്ങനെ. ഇതിപ്പോ ഷോൾഡർ പെയിൻ ആണ്. ഇപ്പൊ ഞാൻ പ്ലേസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഷോൾഡറിൽ ഞാനിവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഹസ്ബൻഡിൻ്റെ ഷോൾഡറിൽ പ്ലേസ് ചെയ്തിട്ട് കാണിച്ച് തരാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ. അപ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് ഇത് നമ്മൾ എടുത്ത് വെക്കണം കേട്ടോ കറക്റ്റായിട്ട്. ഇത് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ നമുക്ക് ഇതിന് കവറും അവൈലബിൾ ആണ് കേട്ടോ. അൾട്രാ പ്രോന്റെ കവറും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നെക്ക് പെയിനും ഉണ്ട്, എനിക്ക് ഷോൾഡർ പെയിനും ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരെണ്ണം പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാലയൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ഊരി വെക്കാം കേട്ടോ. മാലയൊക്കെ ഈ മാല അതുപോലെ തന്നെ കമ്മൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഊരി വെക്കണം കേട്ടോ എപ്പോഴും. അതും പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ഇതിൻ്റെ തന്നെ ഞാൻ ആദ്യം തന്നെ മുടിയൊന്ന് കേട്ടെ കേട്ടോ. അപ്പൊ ഞാൻ ഒരു ചാനൽ മാത്രമാണ് വെച്ച് കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആവാം, അല്ല എനിക്ക് കുറച്ചും കൂടി കാണിക്കാൻ സൗകര്യത്തിനാണ്. അപ്പൊ ഞാനിവിടെ ഇതിന്റെ ബാക്കിലും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഇവിടെയായിട്ട് പ്ലേസ് ചെയ്യാം കേട്ടോ. ഇതിന്റെ ഓൺ കേട്ടോ. നമുക്ക് ഇത് ഓൺ ചെയ്ത് കൊടുക്കാം. ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ടൈം സെറ്റ് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് ഒരു എക്യൂട്ട് പെയിൻ ആണ്, നിങ്ങൾക്ക് അത്ര ഭയങ്കരമായിട്ട് പെയിനൊന്നും ഇല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് വെച്ചാൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ക്രോണിക് പെയിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 30 മിനിറ്റ് നേരം വെക്കാം കേട്ടോ. അപ്പോൾ അവിടെ ടൈം നമുക്കതേ ഇവിടെ ലാസ്റ്റത്തെ ടൈമാണ്. അപ്പോൾ ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 30, 40, 50, 60 മിനിറ്റ്സ് വരെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു 5 മിനിറ്റ്സ് മാത്രമാണ് വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മോഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ പല മോഡ്സ് ഉണ്ട്, 50 തരം മോഡ്സ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയൊരു ഷോക്ക് അടിക്കുന്ന പോലെ, ഷോക്ക് എന്ന് വെച്ചാൽ അങ്ങനെ വലിയ ഷോക്കല്ല, ചെറിയൊരു തരിപ്പ് ഉണ്ടാവും, ഇങ്ങനെ വൈബ്രേഷൻ പോലെയാണ് ഇതിനുണ്ടാവുക. അപ്പോൾ നമുക്ക് ഏത് മോഡിലാണ് നമുക്ക് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ നമുക്ക് ആക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് മോഡിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് മോഡ് എന്ന് വെച്ചാൽ മെയിനായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് ക്വിക്ക് ടാപ്പിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഷോൾഡേഴ്സിൽ വെക്കാം, നമുക്ക് ആംസിൽ വെക്കാം, ലെഗ്സിൽ വെക്കാം, എവിടെയാണ് നമുക്ക് ഉണ്ടെന്ന് വെച്ചാൽ അവിടെ ആ ഒരു ഇത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാനുവൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആരോടും ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് മോഡൊക്കെ ഫിക്സ് ചെയ്യാം. അപ്പോൾ അത് സെറ്റ് ചെയ്തു. ഇനി മോഡും സെറ്റ് ചെയ്തു, എല്ലാം സെറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചാനൽ കണ്ടോ ഈ ഒരു ഇന്റൻസിറ്റിയാണ് കൂട്ടി കൊടുക്കാൻ പോകുന്നത്. ഞാൻ ഇന്റൻസിറ്റി കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും വ്യത്യാസം ഇപ്പോൾ ഒരു 5 ലെവലിൽ എത്തിയപ്പോൾ എനിക്ക് ചെറിയ ഒരു രീതിയിൽ ഇങ്ങനെ തെരിപ്പ് പോലെ വരുന്നുണ്ട്. അപ്പോൾ എനിക്കത് കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ അതുപോലെ ഒരു വൈബ്രേഷനാണ് വരുന്നത്. അപ്പോൾ 6 ആയാലും എനിക്ക് നോർമൽ പോലെയാണ് തോന്നുന്നത്. ഞാൻ 7 ആക്കുന്നുണ്ട്, 8 ആക്കുന്നുണ്ട്,
അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും കൺവീനിയൻസിനനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. 8 ആക്കുന്നുണ്ട്, 8ഉം എനിക്ക് ഓക്കെ ആണ്. അപ്പം ഞാനൊരു 9 ആക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, 10 ആക്കുന്നുണ്ട്. അപ്പം എനിക്ക് 10 കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിലൊരു തരിപ്പുണ്ട്, നന്നായിട്ടും തരിപ്പ് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ കുറച്ചൊരു ആദ്യം നമുക്കൊരു ടാപ്പിംഗ് പോലെയാണ് കിട്ടിയിരുന്നത്. ഇപ്പം നമുക്ക് ചെറിയ രീതിയിലൊരു വൈബ്രേഷൻ പോലെ ഇങ്ങനെ വൈബ്രേറ്റ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പെയിൻ റിലീഫാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതൊരു പെയിൻ ആവട്ടെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇനി മുട്ടുവേദന ഉണ്ട്, അപ്പോൾ ഇത് ഈ പ്രാവശ്യം അവിടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് മുട്ടുവേദന ഉണ്ട്, അപ്പോൾ മുട്ടുവേദനയ്ക്ക് വേണ്ടിയിട്ട് ഇത് വെക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ നമുക്ക് മുട്ടുവേദനയ്ക്ക് ആയാലും ചിലപ്പോൾ ഹസ്ബൻഡിന് ഈ ഒരു കാഫ് ഭയങ്കരമായിട്ട് പെയിൻ എടുക്കാറുണ്ട്. അപ്പോൾ കാഫ് പെയിൻ ആയാലും ഇപ്പോൾ നിങ്ങൾക്ക് പീരീഡ്സ് ആയിട്ടുള്ള ബാക്ക് പെയിൻ ഉണ്ടല്ലോ, ലോവർ ബാക്ക് പെയിൻ ഒക്കെ നമുക്ക് ഭയങ്കര ബാക്ക് പെയിൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ബാക്ക് പെയിൻ ആയാലും പിന്നെ ഏത് തരം പെയിൻ ആയാലും നമുക്കത് വെക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ നോക്കുക. അപ്പോൾ ഇപ്പോൾ 4 minutes ആയി, 1 minute ഞാൻ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല, ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഈ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് ഒരു 5 minute ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇൻറ്റൻസിറ്റി നമുക്ക് യൂസ് ടു ആവും. അപ്പോൾ കുറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ജസ്റ്റ് കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 11 ആക്കിയിട്ടുണ്ട്. കുറച്ച് കംഫർട്ടബിൾ തന്നെയാണ്, നോ പ്രോബ്ലം. ജസ്റ്റ് ഇപ്പോൾ ഒരു ടാപ്പിംഗ് പോലെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇൻറ്റൻസിറ്റി കൂട്ടുമ്പോൾ ജസ്റ്റ് ടാപ്പിംഗ് പോലെ ആദ്യം വരും, പിന്നെ വീണ്ടും നമുക്ക് ആ ഒരു വൈബ്രേഷൻ പോലെ ആവും കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ 11 കംഫർട്ടബിൾ ആണ് കേട്ടോ. കണ്ടോ, അത്രയും കംഫർട്ടബിൾ ആണ്, കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു മെഷീൻ വെക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള പെയിൻ ആയാലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ അൾട്രാ കെയർ പ്രോൻ്റെ ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയുക, നല്ല സുഖമുണ്ട് കേട്ടോ, നല്ലൊരു റിലാക്സിങ് തോന്നുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു അടുപ്പിച്ച് ഒരു 5-6 ദിവസം നിങ്ങൾക്ക് പെയിൻ കുറവ് വരെ, പെയിൻ എപ്പോഴാണ് നിങ്ങൾക്ക് കുറവ് അതുപോലെ നിങ്ങൾക്ക് ഒരു 5-6 ദിവസം നിങ്ങൾക്ക് വെക്കാം. ഒരു ദിവസം ഒരു ടൈം മാത്രം വെച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഷോൾഡർ പെയിൻ ആണെങ്കിൽ, എനിക്കിപ്പോൾ ഷോൾഡർ പെയിൻ ആണ്, അപ്പോൾ ഐസ് പാക്ക് വെക്കുന്നത് വളരെ നല്ലതാണ്. ഐസ് പാക്ക് വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചൂട് ഹോട്ട് ബാഗ് ഉണ്ടല്ലോ, ഹോട്ട് ബാഗ് ആയാലും വെക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക, നീര് പോലെ ഉണ്ട്, അതുപോലെ തന്നെ അങ്ങനെ റെഡ്നെസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ അങ്ങനത്തെ കൂടുതലായിട്ട് നിങ്ങൾക്ക് സാധാരണ ഒരു വേദന പോലെ ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഭയങ്കര ഒരു നീരുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്യേണ്ട. നിങ്ങൾ ആദ്യം തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് പോവുക, അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പി സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. എങ്ങനെയായാലും മതി, എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. ഈ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ കോവിഡ് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും പുറം വേദന, കഴുത്ത് വേദന, കാലുവേദന, കൈവേദന. എനിക്കും ഇതേ ഇപ്പോൾ കോവിഡ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മെയിനായിട്ടൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ ഒരു ഷോൾഡർ പെയിൻ ആണ് കോവിഡ് കഴിഞ്ഞ പിന്നെ. അപ്പോൾ എനിക്ക് ആ ഒരു കോവിഡ് ടൈമിലും എനിക്ക് ഭയങ്കരമായിട്ട് കഴുത്ത് ഉളുക്കിയ പോലൊരു വേദനയായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ബാക്ക് പെയിൻ ഉണ്ടെങ്കിലും ഞാൻ വെക്കാറുണ്ട്. എനിക്ക് കൂടുതലായിട്ടും ഈ ഒരു പീരീഡ്സ് ടൈമിലൊക്കെ നന്നായിട്ട് ബാക്ക് പെയിൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇത് വെക്കാറുണ്ട് കേട്ടോ, പെയിൻ റിലീഫിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിലോട്ട് നമ്മളിപ്പോൾ കുറേ പേര് മരുന്നുകളൊക്കെ ഉള്ളിലോട്ട് എടുക്കുന്നുണ്ട് പെയിൻ റിലീഫിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം. ഈ ഒരു മെഷീന് ഒരു 3000 അത്രയൊക്കെയാണ് തോന്നുന്നു വരുന്നത്, 2000 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ ഇത് വാങ്ങിച്ചാലും നിങ്ങൾക്ക് നഷ്ടം വരില്ല എന്തായാലും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്